ക്യാഷ്വാലിറ്റിയുടെ മുമ്പിൽ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് അഥർവും മാധവനും. പെട്ടെന്നാണ് ഇന്ദിരയെ പരിശോധിച്ച ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഡോക്ടർ, അകത്ത് കിടക്കുന്ന ഇന്ദിര എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? മിസ്റ്റർ അഥർ മേനോൻ. തൻ്റെ പേരറിയാത്ത ഡോക്ടർക്ക് അവൻ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. മിസ്റ്റർ അഥർ, പ്ലീസ് കം ടു മൈ ക്യാബിൻ. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അയാളുടെ ക്യാബിനിലേക്ക് നടന്നപ്പോൾ മാധവൻ ക്യാഷ്വാലിറ്റിയുടെ മുമ്പിൽ തന്നെ നിന്നു. ആരുവും അഥർവും ഡോക്ടർക്കൊപ്പം അയാളുടെ ക്യാബിനിലേക്ക് പോയി. നിങ്ങൾ അമ്മയ്ക്ക് ആഹാരമൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ? ഡോക്ടറുടെ രൂക്ഷമായ ചോദ്യം അഥർവിനെ തേടി എത്തിയപ്പോൾ അവനും ചെറുതായി ദേഷ്യം വന്നിരുന്നു. മനസ്സിലായില്ല ഡോക്ടർ? നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ ആഹാരത്തിന്റെ അംശം പോലുമില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഈ നേരം വരെ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ്. ഇപ്പോഴാണ് അഥർവിനും ബോധ്യമായത് മാധവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെന്ന്. ഡോക്ടർ, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മ ഓക്കെ അല്ലേ? അഥർവ് ചോദിച്ചു. ഷീസ് ഓക്കെ. നോ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അസുഖങ്ങൾക്ക് ഗുളിക കഴിക്കുന്ന ആളല്ലേ. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്ന അതൊക്കെ അവരുടെ ശരീരത്തെ ഏറ്റവും മോശമായ രീതിയിലാണ് ബാധിക്കുക. താൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ? ഡോക്ടർ ഒരുപാട് നേരം എന്തൊക്കെയോ അഥർവിനോട് പറഞ്ഞു. കൂടുതലും ദേഷ്യത്തിലായിരുന്നു പറഞ്ഞത്. ഡോക്ടറെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി നേരെ ക്യാഷ്വാലിറ്റിയുടെ മുമ്പിൽ ചെന്ന അഥർവ്. അപ്പോഴേക്കും മാധവ് ഇന്ദിരയെ കണ്ടിട്ട് അവർക്കരികിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരികയായിരുന്നു. എങ്ങനെയുണ്ടച്ചാ അമ്മയ്ക്കിപ്പോ? ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ സംസാരിച്ചു. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. രാവിലെ മുതൽ ആഹാരം കഴിക്കത്തേതാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്താണച്ചാ? അമ്മ കുട്ടിയൊന്നുമല്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു ഹൈസ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത അമ്മയ്ക്ക് ഒരു പക്വതയെങ്കിലും കാണിച്ചുകൂടെ? തൻ്റെ ഉള്ളിലെ ദേഷ്യം മുഴുവനും മാധവിലേക്ക് ചൊരിഞ്ഞു അഥർവ്. എനിക്കറിയില്ല. നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്ക്. മാധവ് ഇരുവരെയും കൈയൊഴിഞ്ഞു. ഇന്ദിരയുടെ ബോഡി വളരെ വീക്കായതുകൊണ്ട് അന്നൊരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ ഡോക്ടർ അവരോട് നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദിരയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷമാണ് അഥർവ് അവരോട് സംസാരിച്ചത്. അമ്മ ആരോടെ വാശി കാണിക്കുന്നത്? ബെഡിൽ കിടക്കുന്ന ഇന്ദിരയ്ക്കരികിലിരുന്ന് അവരുടെ കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ട് ദയനീയമായിട്ടാണ് അവൻ ചോദിച്ചത്. വിഷമിച്ചതുപോലെയുള്ള അവന്റെ മുഖം കണ്ടപ്പോൾ അവർക്കും എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. പക്ഷേ അവന്റെ മുമ്പിൽ ഇപ്പോൾ അല്പം താഴ്ന്നു കൊടുത്താൽ അവനിനി ഒരിക്കലും ഒരു വിവാഹം കഴിക്കില്ല എന്ന ചിന്തയിൽ ഇന്ദിര കടുംപിടുത്തം പിടിക്കുന്നത് പോലെ തന്നെ നിന്നു. വീട്ടിൽ കൊണ്ടുവന്നാലും ഞാൻ ഒരുതരി ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല അഥർ. നീ ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. ഞാൻ തീരുമാനിച്ചതാണ്. നിനക്കറിയാലോ എന്റെ വാശി. അമ്മ ഇങ്ങനെ വാശി കാണിക്കരുത്. ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ അമ്മയ്ക്ക്? അമ്മ വീണ്ടും ഇതുപോലെ ഭക്ഷണം കഴിക്കാതിരുന്ന് ഇങ്ങനെ അൺകോൺഷ്യസ് ആയിക്കഴിഞ്ഞാൽ ബാക്കി പറയാനാവാതെ അഥർവ് നിർത്തി. അമ്മ പറയുന്ന എന്ത് കാര്യവും ഞാൻ അനുസരിച്ചോളാം. ദേവീതമ്മ ആഹാരം കഴിക്കണം. ദയനീയതയോടെ പറഞ്ഞു അഥർവ്. ഞാൻ ആഹാരം കഴിച്ചോളാം. ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും നീ അനുസരിക്കണ്ട. ഒരേയൊരു കാര്യം, അതുമാത്രം അനുസരിച്ചാൽ മതി. പറ്റുമോ നിനക്ക്? അതെന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മനസ്സില്ലാ മനസ്സോടെ തലകുലുക്കി. നീ ഒരു വിവാഹം കഴിക്കണം. ഞാനും നിന്റെ അച്ഛനും ഒക്കെ എത്ര നാളെന്ന് പറഞ്ഞാണ്. എന്തായാലും നിനക്കൊരു കൂട്ടുവേണ്ടേ? അഥർവ് മൗനമായിരുന്നു. ചോദ്യത്തിനുള്ള മറുപടിയും ഇന്ദിര തന്നെ പറഞ്ഞു. വേണം. നിനക്കൊരു കൂട്ടുവേണം. നിന്റെ മകൻ ആരും. അവനൊരു അമ്മ വേണം. നിനക്കൊരു സന്തോഷം നിറഞ്ഞ ജീവിതം വേണം. എന്നും എല്ലാ കാലത്തും ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിച്ചു പോകാൻ പറ്റുമോ? കുറ്റമായിട്ട് ഞാൻ പറയുന്നൊക്കെ തോന്നും. പക്ഷെ പിന്നീടൊരിക്കൽ നീ അതോർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരും. ബെഡിലിരുന്ന ഇന്ദിരയുടെ കൈ മലർത്തിപ്പിടിച്ച് അതിലേക്ക് സത്യം ചെയ്യുന്നത് പോലെ അവന്റെ കൈപ്പത്തി വെച്ചുകൊണ്ട് അഥർവ് പറഞ്ഞു. അമ്മ പറയുന്ന ആരെ വേണമെങ്കിലും ഞാൻ വിവാഹം കഴിക്കാം. പോരെ? ഒരിക്കലും അമ്മ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കരുത്. ചിരിയോടെ ഇന്ദിര അവനെ നോക്കി. അപ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് തന്റെ കൈ അടർത്തി മാറ്റി അഥർവ് പുറത്തേക്ക് നടന്നിരുന്നു. ഇരുവരുടെയും സംസാരമൊക്കെ കേട്ടുനിന്ന മാധവൻ അകത്തേക്ക് കയറി. ഒരുപാട് മനസ്സ് വിഷമിച്ചാണ് ഇന്ദിര നമ്മുടെ മോൻ പോയത്. സാരമില്ല, ഇന്നവൻ ഇത്തിരി വിഷമിച്ചാലും ഭാവിയിൽ അവനത് എന്നും സന്തോഷം നൽകും. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണു വരണം.
മാധവേട്ടനല്ല ആര് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. അവൻ വാക്ക് തന്ന സ്ഥിതിക്ക് എന്തായാലും വാക്ക് മാറില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ, പറ്റുമെങ്കിൽ വരാൻ പോകുന്ന 1 മാസത്തിനുള്ളിൽ അവന്റെ വിവാഹം നടത്തണം. ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കണ്ടേ ഇന്ദിര? ആരും വേണ്ട. 2ാം വിവാഹമല്ലേ. നമ്മളും ആ കുട്ടിയുടെ വീട്ടുകാരും മാത്രം മതി. ചെറിയൊരു ചടങ്ങ്, ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട്, അതുമാത്രം മതി. ഇനി അവന്റെ ജീവിതത്തിലേക്ക് ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി വരണമെന്നാണ് മാധവേട്ട എനിക്കാഗ്രഹം. എന്റെ മോനെയും അവന്റെ മോനെയുമൊക്കെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. പണവും പത്രാസും ഒന്നും വേണ്ട, നല്ല മനസ്സുള്ളൊരു കുട്ടി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇന്ദിര പറയുമ്പോൾ അതിന് സമ്മതമൂള മാത്രമേ കഴിഞ്ഞുള്ളൂ മാധവിന്. ഇടനാഴിയിൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന അഥർവിന്റെ അധരങ്ങളിൽ നിർജീവമായ ഒരു ചിരി വിടർന്നു. അന്ന് ഇന്ദിരയ്ക്കൊപ്പം ആശുപത്രിയിൽ മാധവൻ നിന്നോളാന്ന് പറഞ്ഞതുകൊണ്ട് അഥർവ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലെത്തിയിട്ടും സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല അവന്. അസ്വസ്ഥമായ മനസ്സോടെ ഒരുപാട് നേരം അവൻ ടെറസിൽ പോയിരുന്നു. അവന്റെ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകൾ മുഴുവൻ അവന്റെ പഴയ ജീവിതത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഇനിയും തന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയെന്നത് അവനെ സംബന്ധിച്ച് അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തന്റെ ജീവിതത്തിൽ മുന്നോട്ട് എന്താണെന്ന് അറിയാതെ അവൻ ആ രാത്രി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്നു പരിശോധിച്ച് ഇന്ദിര പൂർണ്ണമായും ഓക്കെയാണെന്ന് അറിഞ്ഞ ശേഷമാണ് അവരെ വീട്ടിലേക്ക് വിട്ടത്. ഇന്ദിര ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷമാണ് അഥർവ് ഓഫീസിലേക്കും പോയത്. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ ഓരോന്നായി ചെയ്തു തീർക്കുമ്പോൾ ശ്രീനന്ദയ്ക്ക് ഒരിക്കലും തോന്നാത്ത വിധം മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരുവളെപ്പോലെ അവൾക്ക് സ്വയം തോന്നി. തനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. വെറുതെ ഇങ്ങനെയൊരു പാഴ്ജന്മം. അച്ഛൻ തോന്നിവാസം കാണിച്ച് വീട് വിട്ടു പോയപ്പോൾ അമ്മ എന്നേക്കുമായി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയി. താൻ എന്നൊരു മകളെ ഒരു നിമിഷം പോലും ഓർത്തിരുന്നില്ലല്ലോ എന്ന ചിന്തയിൽ അവളുടെ നെഞ്ച് നീറിപ്പിടഞ്ഞു. വല്ലാത്ത സങ്കടത്തോടെ തന്നെയാണ് അവൾ ഓരോ ജോലികളും ചെയ്തത്. സ്കൂളിലേക്ക് പോകാൻ റെഡിയായതുമൊക്കെ. അവൾക്കറിയില്ല പുതുതായി അമ്മായി കണ്ടുപിടിച്ച പയ്യനെക്കുറിച്ച് പറയുമ്പോൾ പാർവതി എങ്ങനെ പ്രതികരിക്കുമെന്ന്. പക്ഷെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കല്യാണം നടന്നേ പറ്റൂ. ചിലപ്പോൾ നാട്ടുകാർ തന്നെയും അമ്മാവനെയും ചേർത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ഒരുപക്ഷെ അത് ചെവിയിൽ എത്താത്തതുകൊണ്ടാവും ഇതുവരെ താൻ അറിയാതെ പോയത്. ഇത്രയും നാൾ അഭയം തന്ന വീട്ടുകാരോട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം ഇതാണെന്ന് ശ്രീനന്ദിക്ക് തോന്നിപ്പോയി. ആ നിമിഷം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നിറങ്ങണം, മറ്റെവിടെയെങ്കിലും അഭയം തേടണം എന്നൊരു ചിന്തയായിരുന്നു അവൾക്ക്. കെട്ടാൻ പോകുന്നവന്റെ പ്രായവും സ്വഭാവ സവിശേഷതയും യോഗ്യതയും ഒന്നും അവൾ ഓർത്തില്ല. ഓർക്കാനുള്ള പ്രായവും അവൾക്കില്ലായിരുന്നു. മനസ്സിൽ ഓരോ കാര്യങ്ങളായി കണക്ക് കൂട്ടിക്കൊണ്ടാണ് അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങിയത്. അവൾ ഉമ്മർപ്പടികൾ കടന്ന സമയം തന്നെ സിന്ധുവിന്റെ വിളി അവളെ തേടിയെത്തി. ഡി അസത്ത്, ഇതെവിടെ പോവാ നീ? അമ്മായിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്? സാധാരണ രാവിലെ ഞാൻ യൂണിഫോം ഇട്ട് ചന്തയിലേക്കാണോ പോകാറ്? അല്ല പിന്നെ. തികട്ടി വന്ന ദേഷ്യം അത്രയും സിന്ധുവിന് മുൻപിലേക്ക് കുടഞ്ഞിട്ടുകൊണ്ട് സംഹാര രുദ്രയെപ്പോലെ അവൾ നോക്കി നിന്നു. തന്റെ ഉള്ളിൽ അവർക്ക് അവരോടുണ്ടായിരുന്ന സകലമാന ദേഷ്യവും ആ നോട്ടത്തിലുണ്ടായിരുന്നു. അടുക്കള സിങ്കിൽ താൻ അല്പം മുമ്പ് കുടിച്ച ചായ ഗ്ലാസ് ഇരിക്കുന്ന കണ്ട് അത് കഴുകി വെക്കാൻ പറയാൻ ചെന്നവർ അവളുടെ നോട്ടം കണ്ടതോടെ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ച് തിരികെ അകത്തേക്ക് കയറി. ഇവളെ ഇപ്പൊ പിണക്കാൻ പാടില്ല. ഒരു പ്രകാരത്തിൽ വിവാഹത്തിന് സമ്മതിച്ചതാണ്. തന്റെ മക്കളുടെ ഭാവി അതാണിപ്പോ വലുത്. സിന്ധു ഊറിച്ചിരിച്ചു. ഓരോ ആലോചനയുമായി ശ്രീനന്ദ വീണ്ടും സ്കൂളിലേക്ക് നടന്നു. വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ സ്കൂളിലേക്ക്. സത്യം പറഞ്ഞാൽ ആ സ്കൂളിൽ കിട്ടിയതുകൊണ്ടാണ് സിന്ധുവോളെ +2 പഠിക്കാൻ വിട്ടതുപോലും. ബസ് ക്യാഷ് കൊടുത്ത് എവിടെയെങ്കിലും പോയി പഠിക്കണമായിരുന്നെങ്കിൽ ഉറപ്പായും ആ കാരണം പറഞ്ഞ് സിന്ധു 10ാം ക്ലാസ്സിൽ തന്നെ ശ്രീനന്ദയുടെ പഠിപ്പ് നിർത്തിയേനെ. സംഗീത കോളേജ് ബസ്സിലാണ് ദിവസവും പോയി വരുന്നത്. സാക്ഷിക്ക് സ്കൂൾ വാനും ഉണ്ട്. സ്വപ്ന ലോകത്തിൽ എന്ന പോലെ ശ്രീനന്ദ നടന്നു നടന്ന് ഒരുവിധ സ്കൂളിലെത്തി. കയറി ചെല്ലുമ്പോൾ അവളെയും കാത്ത് ക്ലാസ് റൂമിൽ പാർവതി ഉണ്ടായിരുന്നു.
ശ്രീനന്ദ ഒരു മങ്ങിയ ചിരി പാർവതിക്ക് നൽകിക്കൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. ശ്രീനന്ദയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പാർവതിക്ക് തോന്നി അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. കുനിഞ്ഞിരുന്ന ശ്രീയുടെ മുഖം പാറു പിടിച്ചുയർത്തി. എന്തോ പറ്റി ശ്രീ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ സ്ഥിരമുള്ളതുപോലെ ഇന്ന് നിന്റെ അമ്മായി വായി തോന്നിയതെന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ? വഴക്കുകൾ അവളുടെ വീട്ടിൽ സ്ഥിരമായതുകൊണ്ടാണ് പാർവതി അങ്ങനെ ചോദിച്ചത്. ഒരു നിമിഷം ഒന്നും പറയാതെ ശ്രീനന്ദ പാർവതിയെ ഇറുക്കി പുണർന്നു. ക്ലാസ്സിൽ 1-2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ ശ്രീ കരയുന്നത് കണ്ടുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. എന്തോ പറ്റി ശ്രീ? അതിലെ ലയ എന്ന് പറയുന്ന ഒരു കുട്ടി പാർവതിയോട് ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ വയറുവേദന. അത് പറഞ്ഞ് കരഞ്ഞതാ, പാർവതി മറ്റു കുട്ടികളോട് പറഞ്ഞു. എന്നിട്ട് പതിയെ ശ്രീനന്ദയുടെ കൈയും പിടിച്ച് ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് ആ ഭാഗത്ത് ആരും ഉണ്ടാവില്ലെന്ന് പാർവതിക്ക് ഉറപ്പായിരുന്നു. ഇനി പറ ശ്രീ, നീ എന്തിനാ കരഞ്ഞത്? ഞാൻ ചിലപ്പോ ഉടനെ അടുത്ത് തന്നെ എൻ്റെ വിവാഹം ഉണ്ടായിരിക്കും, വിക്കി വിക്കി പറഞ്ഞു ശ്രീയ. ഒരു നിമിഷം വേണ്ടി വന്നു ശ്രീനന്ദ എന്താണ് പറഞ്ഞതെന്ന് പാർവതിക്ക് മനസ്സിലാവാൻ. വിവാഹമോ? നീ എന്താ തമാശ പറയുവാണോ ശ്രീ? തമാശയല്ല പാറു, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. അപ്പോൾ നിനക്ക് പഠിക്കണ്ടേ? നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ബോധമൊന്നുമില്ലേ? പാർവതി കുറച്ചധികം ചൂടായി ശ്രീയോട്. പാർവതിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. നിന്റെ അമ്മായി നിർബന്ധിച്ചോ നിന്നെ വിവാഹത്തിനു വേണ്ടി? ആ സ്ത്രീയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, അലസമായി പറഞ്ഞു പാർവതി. ഇല്ല, അമ്മായി നിർബന്ധിച്ചില്ല. ഞാനാണ് പറഞ്ഞത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. കൊള്ളാം, നല്ല വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം. പറയുമ്പോൾ കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ വേണം പറയാൻ. നീ നിനക്ക് വിവാഹം വേണോന്ന് അമ്മായിയോട് പറഞ്ഞുവല്ലേ? ഇത് നീ വേറെ ആരോടെങ്കിലും പോയി പറ, എന്നോട് പറയണ്ട. ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. എന്നോട് സത്യം തുറന്നു പറയും ശ്രീ. അവളിൽ നിന്നും എന്താ ഉണ്ടായെന്ന് അറിഞ്ഞേ പോകുന്ന മട്ടിൽ നിൽക്കുവാണ് പാറു. ഒടുക്കം ശ്രീനന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പാർവതിയോട് വിശദീകരിച്ചു. എടി, നിന്നെ ആ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം പുറത്താക്കാൻ വേണ്ടി നിന്റെ അമ്മായിയും അവരുടെ മക്കളും ചേർന്ന് കെട്ടിച്ചമച്ച കഥയാണ്. അല്ലാണ്ട് നാട്ടുകാരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അഥവാ അവർ പറഞ്ഞാൽ തന്നെ മറ്റാരെങ്കിലും വഴി നീ അറിയില്ലേ? എല്ലാം പോട്ടെ, ഇനി നാട്ടുകാരിങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ. നിനക്കറിയാവുന്നതല്ലേ സത്യങ്ങൾ? പിന്നെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ ചെവി കൊടുക്കാൻ നിൽക്കുന്നത്? ഈ പറയുന്ന നാട്ടുകാരാണോ നിനക്ക് ചെലവിന് തരുന്നത്? അല്ലല്ലോ. പാറു ദേഷ്യത്തിൽ നിന്നു വിറച്ചു. അത് മാത്രമല്ല പാറു, അമ്മാവിന് കടയിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്. അതിൽ നിന്ന് ഇനി എന്നെയും കൂടി നോക്കാൻ അവർക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആര് പറഞ്ഞു? നിന്റെ അമ്മാവ് പറഞ്ഞു? ഇല്ലല്ലോ, പിന്നെ നിനക്കെന്താ പ്രശ്നം? ഞാനൊരു കാര്യം പറയട്ടെ. നീ ഈ നടന്ന കാര്യങ്ങളെല്ലാം അമ്മാവനോട് പറയണം. അമ്മാവൻ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കണക്കിന് കൊടുത്തോളും. ഒരമ്മായി മക്കളും വന്നേക്കുന്നു. ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നേ. എനിക്കും ഫാമിലിയുണ്ട്. ആളുകൾ അവരൊന്നും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം ഹൈ ക്ലാസ് ഫാമിലിയാണ് പാർവതിയുടേത്. ഒരുപാട് ബന്ധുക്കളും ഉണ്ട്. അവർക്ക് ഒരിക്കൽ പാർവതിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് അമ്മായിയോട് കരഞ്ഞ് കാല് പിടിച്ച് അനുവാദം വാങ്ങിപ്പോയത് അവൾ ഓർത്തു. വളരെ വിശാലമായ ഒരു വീടും ഗാർഡനും, സ്വർഗം പോലൊരു വീട്ടിൽ സ്നേഹനിധിയായ അച്ഛനമ്മമാർക്കും ഏട്ടനും ഒപ്പം സ്വപ്നം പോലൊരു ജീവിതമാണ് പാർവതി നയിക്കുന്നത്. അന്ന് ആദ്യമായി ശ്രീനന്ദയ്ക്ക് പാർവതിയോട് അസൂയ തോന്നി. ഒരുപാട് സ്നേഹമുള്ളവരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത്. എന്തൊക്കെയോ ആലോചനകളുമായി ശ്രീ നിന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ അമ്മായിക്കും അമ്മാവനും നിന്നെ അവരുടെ വീട്ടിൽ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്നെ എന്തിനാണ് അവർ വിവാഹം കഴിപ്പിക്കാൻ നിൽക്കുന്നത്? നീ ആ വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. ആലോചനയോടെ പാറു പറഞ്ഞു. കൊള്ളാം, എന്നിട്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങാനോ? എടി, അതല്ല. നീ ആ വീട്ടിൽ നിൽക്കുന്നതാണ് അവർക്ക് പ്രോബ്ലമെങ്കിൽ നീ ധൈര്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വാ. അവിടെ നമുക്ക് സുഖമായി ജീവിക്കാമല്ലോ. പെട്ടെന്ന് പാർവതി പറഞ്ഞപ്പോൾ
ശ്രീനന്ദ് അവളെ നോക്കി ചിരിച്ചു. നീ നിന്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും ശരിയാവില്ല. മാത്രമല്ല, അത് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. അതൊന്നും ശരിയാവില്ല പാർവതി. എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ശ്രീ. നീ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നത്. അതൊരു രണ്ടാം കെട്ടുകാരനെ. അയാൾക്ക് എന്ത് പ്രായം കാണും? ആദ്യ ഭാര്യ എന്ത് കാരണത്താലാണ് അയാളെ ഉപേക്ഷിച്ചു പോയത്? അയാളെക്കുറിച്ച് ഒരു വിവരവും നമുക്കറിയില്ലല്ലോ. ഇനി അയാളുടെ സ്വഭാവദൂഷ്യം കൊണ്ടായിരിക്കുമോ ആദ്യ ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയത്? എനിക്ക് ആലോചിച്ച് തല പെരുക്കുന്ന ശ്രീ. നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? ഇരിട്ടിയിൽ നിന്നും മറച്ചട്ടിയിലേക്ക് എന്നതുപോലെ ആയിപ്പോവും നിന്റെ ജീവിതം. പാറു വിഷമത്തോടെ പറഞ്ഞു നിർത്തി. തുടരും.